തിരുവനന്തപുരം നഗരത്തിൽ CNG ഇന്ധനക്ഷാമം പരിഹാരമില്ലാതെ തുടരുകയാണ്. ഇന്ധനം ലഭ്യമാക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് വാഹന ഉടമകൾ പറയുന്നത്. പ്രശ്നം പരിഹരിക്കുന്നതിന് വിതരണ കമ്പനി ഉറപ്പ് നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. തിരുവനന്തപുരം നഗരത്തിൽ പെട്ടെന്നൊന്ന് കണ്ണോടിച്ചാൽ മഞ്ഞയും പച്ചയും നിറമുള്ള CNG ഓട്ടോറിക്ഷകളാണ് കണ്ണിലുടക്കുന്നത്. പെട്രോളും ഡീസലും മാറ്റി CNG ആക്കിയ മറ്റു വാഹനങ്ങൾ വേറെയും. പക്ഷേ ഈ വാഹനങ്ങളിൽ അത്യാവശ്യത്തിന് ഇന്ധനം നിറയ്ക്കാൻ ഇപ്പോൾ ഒരു മാർഗവുമില്ല. പക്ഷെ വണ്ടി നല്ല വണ്ടിയാണ്, ബെസ്റ്റ് വണ്ടി. പക്ഷേ ഇന്ധനം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇതാണ് പ്രശ്നം. വെറും 12,000 രൂപ കൊടുത്തപ്പോൾ വണ്ടി കിട്ടും. അതിനനുസരിച്ച് സാധനം ഒരു പുറത്ത് വിടില്ല സംഭവം. CNG ഇപ്പം നമ്മളിപ്പം അടിക്കാൻ പോകുമ്പം ഒരു കുറഞ്ഞതിൽ 100 വണ്ടിയിൽ കാണും. നമ്മളിപ്പോൾ ഒരു 10 മണിക്ക് പോകണമെങ്കിൽ ഒരു ഉച്ചയാവും CNG കിട്ടാൻ വേണ്ടി. 5-6 പമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പലയിടത്തും പ്രഷറില്ല, സമയത്തിന് ലോഡില്ല. പരിസര മലിനീകരണം കുറയ്ക്കാൻ പ്രകൃതിവാതകങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ CNG ലഭ്യമാക്കാൻ ഇടപെടുന്നില്ല. നഗരത്തിൽ വിതരണ ചുമതലയുള്ള AG&E പ്രഥം കമ്പനി പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും ക്ഷാമം കൂടുതൽ രൂക്ഷമാവുകയാണ്. ഇതിൻ്റെ പമ്പ് ഈ പെട്രോളും ഡീസലും പോലെ എല്ലായിടവും വരണം, എങ്കിലേ ഈ വണ്ടി വിജയിക്കൂ. പമ്പിൻ്റെ എണ്ണം കൂട്ടുക, ഒരു അല്പം കൂടെയൊക്കെ ഒരു കാര്യക്ഷമത കാണിക്കുക, അത്രയേ ഉള്ളൂ. പമ്പെണ്ണം കൂടി വരും, വണ്ടി കണ്ടമാനം വരണുണ്ട്. ഇപ്പോൾ നഗരപരിധിയിൽ CNG വിതരണ പമ്പുകൾ അനുവദിക്കുവാൻ സാങ്കേതികമായി തടസ്സമുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. പകരം എന്തെങ്കിലും സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കിയ വാഹനങ്ങൾ കട്ടപ്പുറത്ത് കയറ്റാതെ ഉടമകൾക്ക് വേറെ മാർഗമില്ല. ദിവസങ്ങൾക്കുള്ളിൽ വിഷയം പരിഹരിക്കാൻ കഴിയുമെന്നാണ് വിതരണക്കാരായിട്ടുള്ള കമ്പനികൾ പറയുന്നത്. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും വാഹന ഉടമകളുടെ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.